ആ പുഴ അത് അങ്ങ് ചാലിയാറിലേക്ക് എത്തുന്നത് വരെ ചെറിയ പുഴകളായിട്ട് പോകുന്നുണ്ട്, വനത്തിലൂടെ പോകുന്നുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ വിപുലമായ പരിശോധന നടത്തേണ്ടതുണ്ട്. വഴികളിൽ, ഈ കമ്പുകളിൽ, പാറകളിലൊക്കെ ഈ പോകുന്ന ഒഴുകിപ്പോയ മനുഷ്യർ തട്ടിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് അവിടെ തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് കൈത്താങ്ങായി തിരുവനന്തപുരം CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു മാസത്തിലധികം കേടുകൂടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ചെറുധാന്യങ്ങളിൽ തയ്യാറാക്കിയ ഭക്ഷ്യവിഭവങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ദുരിതബാധിത മേഖലകളിലേക്ക് എത്തിക്കും. കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണ കിറ്റുകൾ പ്രത്യേകം സംസ്കരിച്ചാണ് വിതരണം ചെയ്യുന്നത്. CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഗ്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷ്യക്കിറ്റുകൾ തയ്യാറാക്കിയത്. ഉള്ളുലഞ്ഞുപോയ മനുഷ്യരുടെ വിശപ്പകറ്റാനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശ്രമം. പ്രത്യേകം സജ്ജമാക്കിയ ലാബിൽ റെഡി ടു ഈറ്റ് വിഭാഗത്തിൽപ്പെട്ട വിഭവങ്ങളടക്കം 4 തരം ഭക്ഷ്യവസ്തുക്കളാണ് തയ്യാറാക്കുന്നത്. When it reaches 30 days, they can keep it whenever they want. They can eat this product. One is that upma, with increase the protein content on the upma. They don't need to do anything. Just open, they can eat the upma. The cooked upma, we made it. And then poha. Poha is a dried form poha, we made it. And apart from that, we made the millet puffing for the kids who wanted to enjoy at the same time nutrition. And then the rusk also we added. It will be for 30 days, no problem on all these products. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പ്രോട്ടീനുകൾ അടങ്ങിയ ഭക്ഷ്യവിഭവങ്ങളും കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക രീതിയിൽ സംസ്കരിച്ച പാക്കറ്റുകളിലാക്കിയാണ് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നത്. തയ്യാറാക്കിയ ഭക്ഷ്യക്കിറ്റുകൾ തിരുവനന്തപുരം കളക്ടറേറ്റിലെ ഹെൽപ്പ് സെന്റർ വഴിയാണ് വയനാട്ടിലേക്ക് എത്തിക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.